ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റാഷിദ് ഫ്രം മോട്ടീവ്സ് അക്കാഡമി ചെർപ്പളശ്ശേരി. ഈ ഒരു ദിവസത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഈ ലൈക്ക് ബട്ടൺ പോലെയുള്ള കോമ്പോണൻറ്റുകളെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതും HTML ഉം CSS ഉം ജാവാസ്ക്രിപ്റ്റും യൂസ് ചെയ്തുകൊണ്ട്. സോ നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ ലൈക്ക് ബട്ടണിൽ ഹവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു 8ഓളം റിയാക്ഷൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ആ റിയാക്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? അതിനെ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മളെ റിയാക്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്തരത്തിലുള്ളൊരു കോമ്പോണൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കോഡ് വിൻഡോ ഓപ്പൺ ചെയ്തു. ആ കോഡ് വിൻഡോയിൽ നമ്മൾ എന്ത് പറഞ്ഞു? HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ നമ്മളിവിടെ എഴുതി. HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ എല്ലാവർക്കും എഴുതാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളുടെ ട്യൂട്ടോറിയലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നമ്മളെന്ത് പറയുന്നുണ്ട്? ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അതിനൊന്ന് പോസ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? HTMLൻ്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രക്ചറിൽ ഞാൻ പറഞ്ഞു, ബോഡി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളെന്താണ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ആ കണ്ടെയ്നർ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടത്. സോ ഇവിടെ നമുക്ക് വേണ്ടത് ആ റിയാക്ഷൻസ് മാത്രമാണ് ഉള്ളത് അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? റിയാക്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യണം? 8ഓളം റിയാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റിയാക്ഷൻസ് എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാം. നമ്മളെ W3 സ്കൂളിൽ ഇമോജീസിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷൻസിൻ്റെ കോഡ് നമുക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ കോഡ് നമ്മളുടെ സ്പാനിൻ്റെ ഡിവിൻ്റെ ഉള്ളിലോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് അത്തരത്തിലുള്ള കോഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനെന്ത് പറഞ്ഞു? ഇവിടെ സ്പാന് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. സ്പാന് ക്രിയേറ്റ് ചെയ്തു. സ്പാന് ക്രിയേറ്റ് ചെയ്തു. ഞാൻ എന്താണ് 1 2 3 4 5 6 7 8 സ്പാനാണ് നമുക്ക് വേണ്ടത്. കാരണം 8 റിയാക്ഷൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ നമുക്ക് എന്ത് വേണം? താഴെ വേണം. ആ ലൈക്ക് ബട്ടൺ നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട റിയാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പേസ്റ്റ് ചെയ്തെടുക്കണം, ഇവിടെ കൊടുത്തിടണം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റിയാക്ഷൻസ് ലൈക്ക് ബട്ടൻ്റെ റിയാക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു കോഡാണ് ഉണ്ടാകുക. ഈ ഒരു എക്സ്ട്രാ കോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ലൈക്ക് ബട്ടൻ്റെ കോഡിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പം നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വന്ന് ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് ലൈക്ക് ബട്ടനെ കാണാൻ വേണ്ടി പറ്റി. ഞാൻ ഒന്നുകൂടി അതിനെ ഒരു 500 ഒന്ന് എൻലാർജ് ചെയ്യാണ്. ഇനി എന്താണ് അടുത്ത നമ്മളുടെ ഏതാണ് ഇമോജി ഏതാണ്? സ്മൈലി ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്തു? നമ്മളുടെ സ്മൈലിയുടെ എക്സ്ട്രാ ടാഗ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊടുത്തു. സോ അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു കോഡിനെ ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഈ 7 റിയാക്ഷൻസിൻ്റെയും ഐക്കൺസിൻ്റെയും നമ്മളെന്താണ് ഹെക്സാ കോഡിനെ നമ്മൾ കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഇത് ആംഗ്രി എന്ന് പറയുന്ന ഒരു സ്മൈലിയുടെ ഹെക്സാ കോഡ് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കെന്താണ് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് താഴെ നമുക്കെന്ത് വേണം? ഒരു ലൈക്ക് ബട്ടൺ വേണം അല്ലേ? ആ ലൈക്ക് ബട്ടണിൽ പോയിന്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു റിയാക്ഷൻസ് അനിമേഷൻസ് കൊടുക്കാൻ വരേണ്ടത്. അത് നമ്മൾ കൊടുക്കുന്നത് HTML-ലും CSS-ഉം കൂടിയിട്ടാണ്. ഇതിൽ നമ്മൾ HTML-ൽ മാത്രം ക്ലാസ്സാണ് നമ്മളിവിടെ പറയുന്നത്. CSS വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു ഡിവിഷനും കൂടി ഓപ്പൺ ചെയ്യാണ്. ഡിവിഷനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിന് ഞാനൊരു ക്ലാസ് നെയിം കൊടുക്കുകയാണ്. ക്ലാസ് നെയിം എന്താണ്? നമുക്കതിനെ CSS അപ്ലൈ ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ ഒരു ക്ലാസ് നെയിം ഞാൻ എന്ത് പറഞ്ഞു? മെയിൻ റിയാക്ഷൻ ഡിവ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. മെയിൻ റിയാക്ട് ഡിവ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അതിലൊരു ബട്ടനാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം അല്ലേ? എന്തെങ്കിലും ഒരു ഇവൻറ്റ് വേണം. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ബട്ടൺ. അതിന് നമുക്ക് എന്താണ് ഒരു ലൈക്ക് ബട്ടൻ്റെ ഒരു ഐക്കണാണ് വരേണ്ടത്. സോ ഞാൻ എന്ത് പറഞ്ഞു? ആ ബട്ടൻ്റെ ഉള്ളിൽ ഞാൻ ആ ലൈക്ക് ബട്ടൻ്റെ ആ ഒരു കോഡിനെ പേസ്റ്റ് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റി. സോ ഈ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ എല്ലാ റിയാക്ഷൻസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ റിയാക്ഷൻസ് ഹൈഡ് ആയിട്ട് തന്നെ കിടക്കണം. പിന്നെ ഓരോ മൗസ് അവറിലും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ മൗസിൻ്റെ ഹാവറിലും എന്താണ് ഒരു ചെറിയൊരു അനിമേഷൻസൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള അനിമേഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. സോ നമുക്കെന്താണ് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളെന്താണ് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് നമുക്കെന്താണ് ഈ ബോഡിയുടെ ഉള്ളിൽ വരുന്ന എല്ലാ ടാഗുകളും വരേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാതു, ഇതിനെ സെലക്ട് ചെയ്ത് നമ്മളുടെ ബട്ടനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരത്തക്ക രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പാനിന് മാത്രം എന്ത് കൊടുക്കണം, ഒരു ക്ലാസ് നെയിം കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു ഡിവിഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് ഈ സ്പാനിനെ മൊത്തം പാരൻ്റ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡിവിഷൻ സെപ്പറേറ്റ് കൊടുത്തു. ഇതിന് ഞാനൊരു ക്ലാസ് നെയിം കൊടുക്കുകയാണ്, കാരണം നമുക്ക് അനിമേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. സോ ക്ലാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് റിയാക്ഷൻ അറേ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഈക്വൽ ടു റിയാക്ഷൻ അറേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്, ഒരു ഡിവിഷൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. സോ നമ്മുടെ സ്പാന് കംപ്ലീറ്റ് വരുന്നത്, ഈ റിയാക്ഷൻസ് കംപ്ലീറ്റ് വരുന്നത് എന്തിലാണ്, ഈ ഒരു സ്പാനിൻ്റെ ഈ ഒരു ഡിവിഷൻ്റെ ഉള്ളിലാണ്. ഇനി നമുക്കെന്താണ് ഇതിന് മൊത്തം, ഈ ബട്ടണിന് മൊത്തം എന്ത് ചെയ്യണം, ബട്ടനെയും ഈ റിയാക്ഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഒരൊറ്റ പാരൻ്റ് ഡിവിഷൻ്റെ ഉള്ളിൽ വരണം, ഒരൊറ്റ പാരൻ്റ് ഡിവിഷൻ്റെ ഉള്ളിൽ വരണം. ഈ ഡിവിഷൻ എന്തിൻ്റെയാണ്, നമ്മളുടെ മെയിൻ കണ്ടെയ്നറിൻ്റെയാണ്. ആ മെയിൻ കണ്ടെയ്നറിൻ്റെ ഡിവിഷന് നമുക്ക് ഇങ്ങനെ തന്നെ നിർത്താം. സോ ഇപ്പോൾ എന്താണ്, ഓക്കെ, ഇപ്പോൾ എന്താണ് ഈ ഡിവിഷൻ ഈ സ്പാനുകൾ കിടക്കുന്നത് എവിടെയാണ്, ഒരു മെയിൻ ഡിവിഷൻ്റെ ഉള്ളിലാണ്. കണ്ടെയ്നറിന് മൊത്തം, ഈ ബോഡിയിലുള്ള മൊത്തം ടാഗുകളെയും എലമെൻസിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ കണ്ടെയ്നർ ടാഗിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. പിന്നെന്താണ് ഈ ബട്ടനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ഒരു ഡിവിഷൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മൊത്തം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ക്ലാസ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഒരു സെപ്പറേറ്റ് കണ്ടെയ്നറിൻ്റെ ഉള്ളിലാക്കി. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഡിവിഷനെ ക്ലോസ് ചെയ്തു. സോ ഇതാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചർ വരിക. ഇതിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്തു, ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലാക്കി, ഒരു ഡിവിഷൻ്റെ പാരൻ്റ് ഡിവിഷൻ്റെ ഉള്ളിലാക്കി. ഇതിന് നമ്മളൊരു സെപ്പറേറ്റ് പാരൻ്റ് ഡിവിഷൻ്റെ ഉള്ളിലാക്കി. എന്തിനാണ് നമ്മൾ ഈ ഓരോ ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇതിന് വേണ്ട സ്റ്റൈലുകളെ നമുക്ക് കൊടുക്കണം. എങ്ങനെ, ഇപ്പോൾ നമ്മൾ ഹവർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. സോ ഹവർ ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ അതിനെ സെലക്ട് ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞു. സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഇവിടെ കിട്ടണം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ്, ID ഡിഫൈൻ ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് എന്താണ്, നമ്മൾ ഇതിൻ്റെ CSSൻ്റെ ട്യൂട്ടോറിയലാണ്. ഇതിലെങ്ങനെ ആ സ്റ്റൈൽ അപ്ലൈ ചെയ്യാം, അനിമേഷൻസ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ വരുത്തുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത CSSൻ്റെ ക്ലാസ്സിൽ അതിൻ്റെ അനിമേഷൻസും അതിൻ്റെ സ്റ്റൈൽസും അപ്ലൈ ചെയ്യാം. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.